നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നമ്മുടെ നാടിന്റെ അനൗപചാരിക സർവകലാശാലകളാണ് ഗ്രന്ഥശാലകളെന്ന് കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും സംസ്ഥാന ലൈബ്രറി പ്രസിഡന്റും ആയ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. കുറ്റിക്കാട് ലയൺസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. വള്ളത്തോൾ സ്മാരക വായനശാലയിൽ പുതിയതായി തുടങ്ങിയ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി നിരക്കിൽ വരുത്തിയ മാറ്റങ്ങളും കരട് ധനബില്ലിൽ ഇടം പിടിച്ചു. കൊരട്ടിയിൽ 96.45 ഗ്രാം MDMA രാസലഹരി പിടികൂടിയ കേസിലെ പ്രതിയുടെ സ്വത്തുക്കളായ 6.7 സെന്റ് സ്ഥലവും റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളും കണ്ടുകെട്ടാൻ ഉത്തരവ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി സർക്കാർ മുന്നോട്ട്. വാർത്തകൾ വിശദമായി. നമ്മുടെ നാടിന്റെ അനൗപചാരിക സർവകലാശാലകളാണ് ഗ്രന്ഥശാലകൾ എന്ന് കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും സംസ്ഥാന ലൈബ്രറി പ്രസിഡന്റും ആയ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. നമ്മുടെ നാടിനെ സമൂഹത്തിനെ മൂല്യാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗ്രാമീണ വായനശാലകൾക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേലൂർ ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനവും PN പണിക്കർ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. വായനശാല പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച വായനശാലയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ നിർവഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് KR സുമേഷ്, PN പണിക്കർ അനുസ്മരണം നിർവഹിച്ചു. മേലൂർ പഞ്ചായത്ത് മെമ്പർ MT ഡേവിസ്, കവികളായ PB ഋഷികേശൻ, ശ്രീജ വിധു, KP വിദ്യാധരൻ, PV രമേശൻ, VD തോമസ്, PC അനൂപ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ നേടിയ ഡോക്ടർ AS സുമേഷ്, KK ഷിജു, PC അനൂപ്, ഡോക്ടർ PK സൗമ്യ, KK മണി, മാളവിക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വള്ളത്തോൾ സ്മാരക വായനശാലയിൽ പുതിയതായി തുടങ്ങിയ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TA ഷാജി അധ്യക്ഷനായി. തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി വായനശാലയിലെത്തിയ MLAയെ വായനശാല മുൻ പ്രസിഡന്റ് KK പങ്കജാക്ഷൻ ഉപഹാരം നൽകി ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CD പോൾസൺ, വായനശാലയുടെ സ്ഥാപകനും പ്രഥമ സെക്രട്ടറിയുമായിരുന്ന TM സുബ്രഹ്മണ്യം മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ ബാബു, രമ്യ ബാബു, ലൈബ്രറി നേതൃസമിതി കൺവീനർ അഡ്വക്കേറ്റ് സിന്ധു അനിൽകുമാർ, വായനശാല സെക്രട്ടറി ആൻഡോ കല്ലേലി, ബൈജു അമ്പഴക്കാടൻ എന്നിവർ സംസാരിച്ചു. 2025-26 കാലയളവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മെമ്മന്റോയും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ഞായറാഴ്ച മേലൂരിലുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശം. നാഴിയമ്പാറ LCയുടെ വീടിനു മുകളിൽ കാറ്റിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. തെക്കൻ പൗലോസ്, ജോബി, തെക്കൻ ജോസ്, LC എന്നിവർക്കാണ് കൂടുതൽ കൃഷിനാശം നേരിട്ടത്. നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ കാർഷിക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോളി നാഴിയമ്പാറയും ഭാരവാഹികളും സന്ദർശിച്ചു. ആവശ്യമായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. എത്രയും വേഗം
സ്ഥലപരിശോധന നടത്തി നഷ്ടം വിലയിരുത്തി കർഷകർക്ക് വേണ്ട സഹായം എത്തിക്കണമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് TB ദേവരാജൻ ആവശ്യപ്പെട്ടു. കരയാമ്പറമ്പ് CLC ജീവധാര ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരയാമ്പറമ്പ് സെന്റ് ജോസഫ് പള്ളി ഹാളിൽ നടന്ന ക്യാമ്പ് ഇടവക വികാരി ഫാദർ സജി കണ്ണാപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ CLC കറുകുറ്റി ഫൊറോന പ്രൊമോട്ടർ ഫാദർ ആഷ്ബിൻ മേലേടത്ത് അധ്യക്ഷനായി. ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ, സിൻഡോ വടക്കുംചേരി, സിസ്റ്റർ ലൂസി, CLC യൂണിറ്റ് പ്രസിഡന്റ് ഷാരോൺ രാജൻ, സെക്രട്ടറി മരിയ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. ലാബ് പരിശോധനയും ഡോക്ടർമാരുടെ വൈദ്യ പരിശോധനയും ക്യാമ്പിൽ ലഭ്യമായിരുന്നു. ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരും ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകി. ബജറ്റ് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി നിരക്കിൽ വരുത്തിയ മാറ്റങ്ങളും കരട് ധനബില്ലിൽ ഇടം പിടിച്ചു. ഇലക്ട്രിക് കാറുകൾക്ക് പുറമെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾക്കും ഓട്ടോറിക്ഷകൾക്കും നികുതി ഇളവുണ്ട്. 10 ലക്ഷം രൂപയിൽ കൂടാത്ത ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ, ഓട്ടോറിക്ഷ, കാർ, പ്രൈവറ്റ് സർവീസ് വാഹനം എന്നിവയ്ക്ക് 3% നികുതി. നിലവിൽ 5% നികുതി. 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ വിലയുള്ളതിന് 5%, 20 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിൽ വിലയുള്ളതിന് 10% എന്നിങ്ങനെയാണ് നികുതി വരുന്നത്. എന്നാൽ 40 ലക്ഷത്തിന് മുകളിൽ വിലയുള്ളവയ്ക്ക് റോഡ് നികുതി 15% ഉയർത്തി. നിലവിലെ 10% നിന്നാണ് വർദ്ധിപ്പിച്ചത്. സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് പുതിയ നികുതി നിരക്ക് ബാധകമാവുക. BMS മൂക്കന്നൂർ പഞ്ചായത്ത് സമ്മേളനം നടന്നു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി MP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. NN ബിനു മാസ്റ്റർ, PM സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി PS സരസൻ പ്രസിഡന്റ്, E ജയപ്രസാദ് സെക്രട്ടറി, NN ബിനു ട്രഷറർ, വിനീത അനിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. ജയ് ജയ് BMS, ജയ് ജയ് BMS, ജയ് ജയ് BMS. അങ്കമാലി മേഖലയുടെ ഉപാധ്യക്ഷൻ, മൂക്കന്നൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും കൂടിയായിട്ടുള്ള ശ്രീ PS സരസൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭാരവാഹി പ്രഖ്യാപനം നടത്തുവാനായിട്ട് എത്തിയിരിക്കുന്ന BMSന്റെ മേഖലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി വിനീത അനിൽകുമാർ പറഞ്ഞ് പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. സാറിന് അതിനുവേണ്ടി പറയുന്നത് നമ്മുടെ ഉദ്ഘാടന അധ്യക്ഷനായ PS സരസേട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, അവരെ ഞാൻ വേദിയിൽ സ്വാഗതിച്ചു. പിന്നെ ഉദ്ഘാടനം എല്ലാ പഞ്ചായത്തിൻ്റെയും കഴിഞ്ഞ് അവസാന ദിവസമായ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് സഭയാണ്. പക്ഷേ ഇത് ഡേറ്റ് വെച്ചത് മാറിപ്പോയിട്ടൊരു സമയം കൂടി ഇന്ന് ഉച്ച കഴിഞ്ഞ് നടക്കുന്നത് അത് തുറവ്. നമ്മൾ ഈ പഞ്ചായത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ടും ചെയ്യുന്നതൊക്കെ നമ്മുടെ യൂണിയൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിവിടെ നമ്മൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. പക്ഷെ മഴ ഒരു കണക്കിന് നമുക്ക് അനുഗ്രഹം എന്ന് പറയാം. അടുത്ത 3 വർഷ
കാലത്തേക്കുള്ള മുക്കന്നൂർ പഞ്ചായത്ത് ഭാരവാഹി പ്രഖ്യാപനമാണ് നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PS സരസൻ, വൈസ് പ്രസിഡന്റ് KK പ്രഭാകരൻ, സിന്ധു സജി, സെക്രട്ടറി E ജയപ്രസാദ്, MV രതീഷ്, ജോയിന്റ് സെക്രട്ടറി ഷൈനി വിനോദ് കുമാർ, ട്രഷറർ NN ബിനു. എല്ലാവരെയും ഭാരവാഹികളായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാം. നമ്മളൊന്നുകൂടി ഇവരുടെ പേരുകൾ വിളിക്കും. അപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് ചുമതല ഏറ്റെടുക്കുക. പ്രസിഡന്റ് PS സരസൻ, വൈസ് പ്രസിഡന്റ് KK പ്രഭാകരൻ, സിന്ധു സജീവ്, സെക്രട്ടറി E ജയപ്രസാദ്, MV രതീഷ്, ജോയിന്റ് സെക്രട്ടറി ഷൈനി വിനോദ് കുമാർ, ട്രഷറർ NN ബിനു. വരുന്ന 3 വർഷക്കാലം മുക്കന്നൂർ പഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ ഒരുപാട് ആളുകളെ ചേർത്ത് നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ അടുത്ത സമ്മേളനം നടക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഹോളിൽ നല്ല അടിപൊളിയായി നിറച്ച ആൾക്കാരെ കൂട്ടി നമുക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയൊരു പ്രസ്ഥാനം ഇപ്പോൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വലിയൊരു പ്രസ്ഥാനമാണ്, ലോകത്തിലെ തന്നെ വലിയൊരു പ്രസ്ഥാനമാണ് BMS. കേരളത്തിലും BMS മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുക്കന്നൂർ പഞ്ചായത്തിലും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച് ഒത്തിരി പേരെ ക്ഷേമനിധിയിൽ ചേർത്തുകൊണ്ട് തന്നെ നടത്താൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ എൻ്റെ യൂണിറ്റിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 മാസമായിട്ടുള്ള അസംഘടിത ക്ഷേമനിധിയിൽ നമ്മളൊരാളുടെ പെൻഷനുള്ള അപേക്ഷ കൊടുത്തിട്ട് ആ ചേച്ചിക്ക് ഈ കൊണ്ടും രക്തം കൊണ്ടും ഭാവി രചിപ്പോരി ഞങ്ങൾ കർമ്മം ചെയ്യുവതാരാധനയായി പോരാടി ജീവിതചക്രമുരുട്ടാൻ ചുമചേർത്തുന്നവരാണീ ഞങ്ങൾ വരുന്നു ഞങ്ങൾ സംഘടനാതലമൂട്ടി വളർത്തും വീരോടെ വരുന്നു ഞങ്ങൾ വയലേലകളിൽ കതിരുകൾ തോറും പൊന്മണി ചാർത്തുവതാരുടെ കൈ പടിശാലകളിൽ ഉറങ്ങും യന്ത്രം ഗർജിപ്പിക്കുവതാരുടെ കൈ വേടും മലയും തട്ടി നിരത്തി പാർപ്പിടമാക്കുവതാരുടെ കൈ ഐശ്വര്യത്തിൻ സൗഭാഗ്യത്തിൻ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി സർക്കാർ മുന്നോട്ട്. ജൂലൈ 1 മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കാനിരിക്കുന്ന ധനബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഇടം പിടിച്ചു. ഇത് ഉൾപ്പെടുത്തി ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% വിൽപ്പന നികുതിയും 10% മുതൽ 20% വരെ വീര്യമുള്ളതിന് 175% വിൽപ്പന നികുതിയും നിശ്ചയിച്ച ബജറ്റ് പ്രഖ്യാപനമാണ് ബില്ലിന്റെ കരടിൽ ഉൾപ്പെടുത്തിയത്. ലോ ആൽക്കഹോളിക് ബീവറേജസ് എന്ന വിഭാഗത്തിന് നികുതി നിരക്ക് നിശ്ചയിച്ച് കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 ഭേദഗതി വരുത്താനാണ് നിർദ്ദേശം. ധനവകുപ്പ് നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയ കരടിന്റെ പകർപ്പ് MLA മാർക്ക് ലഭിക്കും. ബിൽ പാസ്സായാലും വിൽപ്പനയ്ക്ക് അനുമതി നൽകില്ല എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ പറയുന്നു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ എന്ന് മദ്യനയത്തിൽ UDF തീരുമാനിക്കുമെന്നും വിൽക്കുന്നുണ്ടെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതു തന്നെയാകും നികുതി ഘടനയെന്നും
മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു. ബജറ്റ് പ്രഖ്യാപനം മദ്യ കമ്പനികൾക്ക് വേണ്ടിയാണെന്ന് ആരോപിച്ച പ്രതിപക്ഷം നികുതി കുറച്ച നടപടി ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് തള്ളിക്കൊണ്ടാണ് സർക്കാർ നടപടി. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന പുതിയ വിഭാഗം മദ്യത്തിന് നികുതി നിശ്ചയിക്കാതിരുന്നതിനാൽ നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് UDF സർക്കാർ നിലപാട്. പൊട്ടിക്കിടന്ന വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് കുറുനരികൾ ചത്തു. അങ്കമാലി നഗരസഭ വാർഡ് 14 തിരുനായത്തോട് ശബരി റെയിൽപാതയോട് ചേർന്നുള്ള പ്രദേശത്തായിരുന്നു സംഭവം. പാടശേഖരത്തിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നുമാണ് ഷോക്കേറ്റ് 7 കുറുനരികൾ ചത്തത്. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമായി. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കുറ്റിക്കാട് ലയൺസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. പ്രസിഡന്റ് KD അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഡേവിസ് കൊച്ചാപ്പു പ്രസിഡന്റ്, വർഗീസ് പോട്ടോക്കാരൻ സെക്രട്ടറി, ജോർജ് കല്ലേരി ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളാണ് സ്ഥാനമേറ്റത്. സാജു ആന്റണി പാത്താടൻ സ്ഥാനാരോഹണത്തിന് നേതൃത്വം നൽകി. ജോർജ് മൊറേലി സർവീസ് ജോർജ് മൊറേലി സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സെബി വട്ടോലി, ഷാലറ്റ് സെബി, PC ജോൺസ്, പൗലോസ് തെക്കൻ, ജോജി വടക്കുംപാടൻ, VC ബെന്നി എന്നിവർ പ്രസംഗിച്ചു. ഇനിയുള്ളത് മോൾക്ക് മോള് പാസ്സാകുന്നു. എങ്ങനെയായിരിക്കും ഒരു ബൈക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞോട്ടെ. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പ്രിൻസിപ്പൽ ശ്രീ ആനു സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 680 രൂപയാണ് കുറഞ്ഞത്. 1,04,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 85 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാമിന് 13,110 രൂപയാണ് വില. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നതും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത്. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം സിബി തോമസിന്റെ വീട് കയറി ആക്രമണം. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും തകർത്തു. പിതാവിന് കൈക്ക് പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിന് നേതൃത്വം നൽകിയവരെ ഉടൻ പിടികൂടണമെന്ന് സ്ഥലം സന്ദർശിച്ച അഡ്വക്കേറ്റ് സുമേഷ് ആവശ്യപ്പെട്ടു. കൊരട്ടിയിൽ 96.45 ഗ്രാം MDMA രാസലഹരി പിടികൂടിയ കേസിലെ പ്രതിയുടെ സ്വത്തുക്കളായ 6.7 സെന്റ് സ്ഥലവും റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളും കണ്ടുകെട്ടാൻ ഉത്തരവ്.
മയക്കുമരുന്ന് കടത്തിലൂടെ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ചെന്നൈയിലെ കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊരട്ടിയിൽ വെച്ച് മാരക രാസലഹരിയായ MDMAയുമായി പിടിയിലായ കൊല്ലം കരുനാഗപ്പള്ളി നീലിക്കുളം സ്വദേശി ഷംന മൻസിൽ വീട്ടിൽ 34 വയസ്സുള്ള ഷംനാദിന്റെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുന്നത്. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് പ്രതിയും ഭാര്യയും വാങ്ങിയ കൊല്ലം കരുനാഗപ്പള്ളി താലൂക്കിലുള്ള 11 ലക്ഷം രൂപ മതിപ്പുവില വരുന്ന 6.7 സെന്റ് സ്ഥലവും 37,000 രൂപ വില വരുന്ന റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുമാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. NDPS നിയമത്തിലെ വകുപ്പ് 68A പ്രകാരമാണ് ഈ നടപടി. 2026 മാർച്ച് 14 കൊരട്ടിയിൽ വെച്ച് ആഡംബര കാറിൽ കടത്തുകയായിരുന്ന 96.45 ഗ്രാം MDMAയുമായി ഷംനാദിനെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത്. ഈ കേസിൽ നടത്തിയ തുടരന്വേഷണത്തിലാണ് പ്രതിയുടെ പേരിലുള്ള വസ്തുവകകൾ ലഹരി കടത്തിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയതാണെന്ന് കണ്ടെത്തിയത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. 40 വയസ്സാണ് പ്രായപരിധി. പ്രതിമാസം 20,500 രൂപയാണ് വേതനം. താൽപര്യമുള്ളവർ ജൂലൈ 4 വൈകിട്ട് 5 ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ ഗൂഗിൾ ഫോം ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖേനയോ സ്വീകരിക്കുന്നതല്ല. അപേക്ഷിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ജനനത്തീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ തുടങ്ങിയ ബയോഡാറ്റയും ഓൺലൈൻ ലിങ്കിൽ അപ്ലോഡ് ചെയ്യണം. പരീക്ഷ, ഇന്റർവ്യൂ തീയതികൾ പിന്നീട് അറിയിക്കും. ഈ സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും ബയോഡാറ്റയും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 048723258224 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നമ്മുടെ നാടിന്റെ അനൗപചാരിക സർവകലാശാലകളാണ് ഗ്രന്ഥശാലകളെന്ന് കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും സംസ്ഥാന ലൈബ്രറി പ്രസിഡന്റും ആയ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. കുറ്റിക്കാട് ലയൺസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. വള്ളത്തോൾ സ്മാരക വായനശാലയിൽ പുതിയതായി തുടങ്ങിയ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി നിരക്കിൽ വരുത്തിയ മാറ്റങ്ങളും കരട് ധനബില്ലിൽ ഇടം പിടിച്ചു. കൊരട്ടിയിൽ 96.45 ഗ്രാം MDMA രാസലഹരി പിടികൂടിയ കേസിലെ പ്രതിയുടെ സ്വത്തുക്കളായ 6.7 സെന്റ് സ്ഥലവും റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളും കണ്ടുകെട്ടാൻ ഉത്തരവ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി സർക്കാർ മുന്നോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.